സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഏറ്റവും ജനപ്രിയനായ രാജാവാണ് ഛത്രപതി ശിവജി മഹാരാജ്. അദ്ദേഹത്തെ ഇന്ന് പലരും ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പ്രതീകം എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ശിവജിയുടെ യഥാർത്ഥ ജീവിതവും പ്രവർത്തനങ്ങളും നോക്കുമ്പോൾ ഈ പ്രചരണങ്ങളിൽ പലതും ചരിത്ര സത്യങ്ങളോട് പൊരുത്തപ്പെടുന്നില്ല. ശിവജിയെക്കുറിച്ച് വർഷങ്ങളായി പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിലർ അദ്ദേഹത്തെ ഒരു ബ്രാഹ്മണീയ ഹിന്ദുത്വ രാജാവായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. മറ്റു ചിലർ അദ്ദേഹത്തെ സാധാരണ ജനങ്ങളുടെ, കർഷകരുടെ, എല്ലാ മതങ്ങളും ബഹുമാനിച്ച ഭരണാധികാരിയായി അവതരിപ്പിക്കുന്നു. ഇപ്പോൾ വീണ്ടും രണ്ട് വിവാദങ്ങൾ ഉയർന്നിരിക്കുകയാണ്. ആദ്യത്തേത് ധീരേന്ദ്ര കൃഷ്ണ ശാസ്ത്രി നടത്തിയ പ്രസ്താവനയാണ്. രാഷ്ട്രീയ സ്വയംസേവക് സംഘിൻ്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത്, യുദ്ധങ്ങളിൽ മടുത്ത ശിവജി തൻ്റെ കിരീടം ഗുരുവായ സമർത്ഥ രാമദാസിൻ്റെ കാലിൽ വെച്ച് രാജ്യം കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ്. പക്ഷേ ചരിത്രത്തിൽ അത്തരത്തിലൊരു സംഭവം നടന്നതായി തെളിവുകളില്ല. രാമദാസ് ശിവജിയുടെ ഗുരുവായിരുന്നു എന്നതും വിവാദ വിഷയമാണ്. കോടതി വരെ പോയ കേസിൽ പോലും രാമദാസ് ശിവജിയുടെ ഗുരുവല്ലെന്ന് നിരീക്ഷണമുണ്ടായി. ഈ പ്രസ്താവന നടന്നപ്പോൾ മോഹൻ ഭഗവത്, നിതിൻ ഗഡ്കരി, ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നിവർ വേദിയിലുണ്ടായിരുന്നുവെങ്കിലും ആരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. പിന്നീട് വിമർശനം ശക്തമായപ്പോൾ ശാസ്ത്രി മാപ്പ് പറഞ്ഞു. എന്നാൽ അദ്ദേഹം വീണ്ടും ഹിന്ദുരാഷ്ട്ര ആശയത്തെ ശിവജിയുടെ ഹിന്ദവി സ്വരാജ് ആശയവുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹിന്ദവി സ്വരാജ് എന്നത് മതാധിഷ്ഠിത ഹിന്ദുരാഷ്ട്രമല്ലായിരുന്നു. ഹിന്ദവി എന്നത് ഭൂമിശാസ്ത്രപരമായ ഒരു ആശയമായിരുന്നു. ഇന്ത്യയുടെ ജനങ്ങളുടെ സ്വരാജ് എന്ന അർത്ഥത്തിൽ. ശിവജിയുടെ ജീവിതം തന്നെ അതിന് തെളിവാണ്. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ മുസ്ലിം സേനാ നായകന്മാരുണ്ടായിരുന്നു. ഇബ്രാഹിം ഗർദി, ദൗലത് ഖാൻ തുടങ്ങിയവർ അതിൽ ഉൾപ്പെടുന്നു. റായ്ഗഡ് കോട്ടയിൽ മുസ്ലിം സൈനികർക്കായി അദ്ദേഹം പള്ളി പണിതു. അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത സെക്രട്ടറി ആയിരുന്നു ഹൈദർ അലി. സ്ത്രീകളെ ബഹുമാനിക്കുന്നതിലും ശിവജി വ്യത്യസ്തനായിരുന്നു. ഒരു മുസ്ലിം ഭരണാധികാരിയുടെ മരുമകളെ സൈന്യം സമ്മാനമായി കൊണ്ടുവന്നപ്പോൾ ശിവജി അവരെ ആദരവോടെ കുടുംബത്തിലേക്ക് തിരിച്ചയച്ചു. രണ്ടാമത്തെ വിവാദം സഞ്ജയ് ഗെയ്ക്വാദിനെ ചുറ്റിപ്പറ്റിയാണ്. ഗോവിന്ദ് പൻസാര എഴുതിയ ശിവജി കോൻ ഹോത്ത എന്ന പുസ്തകത്തെ അദ്ദേഹം എതിർത്തു. ശിവജി ആരായിരുന്നു എന്ന് അർത്ഥമുള്ള ഈ പുസ്തകത്തിൽ ശിവജിയെ ഏകവചനത്തിൽ പരാമർശിച്ചതാണ് അപമാനമെന്ന് ഗെയ്ക്വാദ് ആരോപിച്ചത്. ഇപ്പോൾ പുസ്തക വിതരണക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഈ പുസ്തകം 1988 മുതൽ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോയ ഒരു ജനപ്രിയ കൃതിയാണ്. സാധാരണ ജനങ്ങൾക്ക് ശിവജിയുടെ യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കാൻ സഹായിച്ച പുസ്തകമെന്ന നിലയിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പുസ്തകം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ശിവജിയുടെ അപ്പൂപ്പനായ മാലോജി റാവു ഭോസ്ലെ ഒരു സൂഫി ദർഗയിൽ പ്രാർത്ഥിച്ച ശേഷമാണ് മക്കൾ ജനിച്ചതെന്ന് പറയപ്പെടുന്നു. അതിനാലാണ് തൻ്റെ മക്കൾക്ക് ഷാഹ് ജി, ഷെരീഫ് ജി എന്ന പേരുകൾ നൽകിയതും. ശിവജി ഹാഷ്ജി ഭോസ്ലെയുടെ മകനായിരുന്നു. അദ്ദേഹം മുസ്ലിം വിരുദ്ധനായ രാജാവായിരുന്നില്ല. തൻ്റെ രാജ നിർമ്മാണത്തിനായി ഹിന്ദു രാജാക്കന്മാരോടും യുദ്ധം ചെയ്തിട്ടുണ്ട്. അഫ്സൽ ഖാനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പോലും അദ്ദേഹത്തെ സഹായിച്ചവരിൽ മുസ്ലിം ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അഫ്സൽ ഖാനെ കൊന്ന ശേഷം ശിവജി അദ്ദേഹത്തിനായി ഒരു ശവകുടീരം പണിതു. ഇന്നും അത് നിലനിൽക്കുന്നു. ഇത് ശിവജിയുടെ മാനുഷികതയും വിശാലമായ ചിന്തയും കാണിക്കുന്നു. പക്ഷേ ഇന്ന് ചില ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ ശിവജിയെ മുസ്ലിം വിരുദ്ധ രാജാവ് എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ശിവജി പ്രധാന പരിഗണന സാധാരണ ജനങ്ങൾക്കും കർഷകർക്കുമാണ് നൽകിയിരുന്നത്. ഇടനിലക്കാരുടെ പീഡനങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇന്നത്തെ വലിയ പ്രത്യേകത എന്തെന്നാൽ ഈ വിവാദങ്ങൾക്ക് ശേഷവും ശിവജി കോൻ ഹോത്ത എന്ന പുസ്തകത്തിന് കൂടുതൽ ആവശ്യക്കാരുണ്ടാകുകയാണ് ഉണ്ടായിട്ടുള്ളത്. മനുഷ്യാവകാശ സംഘടനകൾ കൂട്ടായ വായനകളും സംഘടിപ്പിക്കുന്നു. അതിലൂടെ ആളുകൾ ചരിത്രത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിനാൽ ചരിത്രത്തെ വെറുപ്പിൻ്റെ ആയുധമാക്കാതെ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ വലിയ ഉത്തരവാദിത്തമാണ്. ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികളുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും വിദ്വേഷത്തെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം.